റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പാരഡൈസ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ സംവിധായകൻ മണിരത്നം പ്രകാശനം ചെയ്തു. മദ്രാസ് ടോക്കീസിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴിയാണ് ട്രെയിലർ പ്രേക്ഷകരിലേക്ക് എത്തിയത്. This is the place that King Ravana lived and he is also buried. One day he will wake up and save Sri Lanka. ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. 5 നെറ്റ്പാക് പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 30-ലധികം രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ശ്രീലങ്കൻ സംവിധായകൻ പ്രസന്ന വിഥനഗയുടെ 10ാമത്തെ ചിത്രമാണ് പാരഡൈസ്. റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ എന്നിവർക്കൊപ്പം ശ്രീലങ്കൻ സിനിമയിലെ മുൻനിര അഭിനേതാക്കളായ ശ്യാം ഫെർണാണ്ടോയും മഹേന്ദ്ര പെരേരയും ചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. There we go. Thank you for spending 5 years of your life with me. രാജീവ് രവി ഛായാഗ്രഹണവും ശ്രീകർ പ്രസാദ് ചിത്ര സംയോജനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് കെ ആണ്. തപസ് നായക്കാണ് ശബ്ദ സന്നിവേശം. 2022 ശ്രീലങ്ക നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായ വിലക്കയറ്റവും ഇന്ധനവും മരുന്നുകളും ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളുടെ ദൗർലഭ്യവും ജനകീയ പ്രക്ഷോഭങ്ങളുമാണ് പാരഡൈസിന് പശ്ചാത്തലമാകുന്നത്. We are not safe here, sir. Don't go there, sir. They will kill you. Kill who? Kill you, me, madam, all. ബുസാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള കിം ജിസോക്ക് അവാർഡ് നേടിയ ചിത്രത്തിന് 30ാമത് വെസൂൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രീതു ജോറി ലീസിയൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലും ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. പൂർണ്ണമായും ശ്രീലങ്കയിൽ ചിത്രീകരിച്ച ആദ്യ ഇന്ത്യൻ സിനിമ എന്ന പ്രത്യേകതയും പാരഡൈസിനുണ്ട്. മണിരത്നവും മദ്രാസ് ടാക്കീസും ആദ്യമായി സഹകരിക്കുന്ന മലയാള ചിത്രം കൂടിയാണ് പാരഡൈസ്. സെഞ്ചുറി ഫിലിംസ് ആണ് ചിത്രം വിതരണം ചെയ്യുന്നത്. ഏപ്രിലിൽ ചിത്രം തിയേറ്ററുകളിലെത്തും. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.